ശ്രീരാം ഭദ്രാം പരമസദ്ഗുരവേ നമോ നമഃ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശ്രീകരം ഭവിക്കണം എനിക്ക് ശ്രീപദേ വിഭോ. ശ്രീനിധേ ദയാനിധേ മുകുന്ദ രാമ പാഹി മാം. ആരണ്യകാണ്ഡം കബന്ധഗിരി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു. ദുഃഖത്തോടും അന്വേഷിച്ചോരോ അതിശയ സീതയെ കാണാകിയാൽ സന്നദ്ധയേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ ലക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണം ഏവം രാമചന്ദ്രൻ അരുൾ ചെയ്താനും വക്ഷസീവദനവും യോജനാബാഹുക്കളും ചക്ഷുരാദികളും ഇല്ല. എന്തൊരു സത്വം ഗീതം ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവും അല്ല, എത്രയും ചിത്രം ചിത്രം. ഭക്ഷസീ വക്രം കാലും തലയും ഇല്ലതാനും രക്ഷസ് പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീന നിരൂപിച്ചാൽ തൽഭുജ മധ്യസ്ഥന്മാരായി തൂക്കുമാരാ നാം കൽപ്പിതം ദാതാവിനാൽ. എന്തെന്നാൽ അതുവരും രാഘവൻ ഏവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണൻ ഉരച്ചെയ്താൽ പോലും വ്യാകുലഭാവം എന്തിനെ വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചു ദക്ഷിണാഭുജൻ രാമൻ. ലക്ഷ്മണൻ വാമാകരം ഛേദിച്ചാൽ നേരം രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു. രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരും ഉണ്ടായി ഇതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാര് ഇരുവരും സൽപുരുഷന്മാർ എന്ന് കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണം എന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരംഗബദ്ധ വാക്യങ്ങൾ കേട്ടു ഒരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരം അരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരമ ലക്ഷ്മണൻ എന്നു നാമ സീതയെന്നുണ്ടു മമ. ഭാര്യയായൊരു നാരി പോയിരു ഞങ്ങൾ നായാട്ടിന്. അന്നേരം അതിമായ നിശാചരർ കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായും നിന്നെ അതിഭീഷണാവേഷത്തോടും പാണികൾ കൊണ്ട് വേഷ്ടിതന്മാരാകിയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും നാലടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ. നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ച്. അപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവൻ എങ്കിൽ ധന്യനായി വന്നേ. അഹം നിന്തിരുവടി തന്നെ മുന്നിലാമാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവൻ. അഹം രൂപയൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീ ജനമനോധൈര്യോഹരിച്ച് സുന്ദരനായി ഒരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനൻ. രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോക, എന്നാൽ തുഷ്ടനായി പിന്നെ ശാപ അനുഗ്രഹം നൽകിയിടിനൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ. മോക്ഷതൻ ശ്രീ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു. ബാഹുക്കൾ അറക്കുമ്പോൾ വന്നിടുമല്ലോ ശാമോക്ഷവും നിനക്കടോ. താമസശാപം കൊണ്ട് രാക്ഷസനായി ഒരു ഞാൻ താവേന നടന്നിടും കാലം അങ്ങൊരു ദിനം. ശതമന്യുവിനെ പാന അടുത്തേന തിരുഷാം. ശതകോടിയാൽ തലയറുത്തു ശതമകന്മദ്രമേറ്റിട്ടും വന്നീല മരണം. അതബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനായി. വജ്രനല്ലായിക മൂലം വൃത്തിക്ക് മഹേന്ദ്രന് ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായുധങ്ങളായി വർത്തിച്ചിടുന്നേൻ. അത്ര വൃത്തിക്ക് ശക്രാജ്ഞയാ സത്വസഞ്ചയം മമ വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേൻ ഇത്ര നാളും. ഉത്തമോത്തമേ
നായകാദിയാദിദേവനെ ജ്വലിപ്പിച്ചു. ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗം ഒക്കവേ ചൊല്ലിടുവൻ. മേദിനി കുഴിച്ച് അതിലിന്ധനങ്ങളും ഇട്ടു. വീതിഹോത്രനെ ജ്വലിപ്പിച്ചതു സൗമിത്രിയും തത്രൈവ. കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദ്ധിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായി അന്നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു. ഭക്തിയ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണ്ടുടൻ നമസ്കാരം ചെയ്തു. കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിരൻ. ഓം ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരവേ നമഃ. ഓം ആരണ്യകാണ്ഡം കബന്ധസ്തുതി. നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ല എന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം. അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം, അന്തവും ആദിയില്ലാതെ ഒരു പരബ്രഹ്മം അന്തരാത്മനി നാരായണ തെളിവ് ഉണർന്ന വസിക്കണം. അന്ധകാരങ്ങൾ അകന്ന് ആനന്ദം ഉദിക്കണം. ബന്ധുവും മറ്റ് മോക്ഷപ്രാപ്തിയും അരുളേണം. അവ്യക്തമതി സൂക്ഷ്മമായ ഒരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹവിലക്ഷണം ദൃഗ്രൂപമേകം അന്യസകുല ദൃശ്യം ജഡം ദുർഗ്രാഹ്യം അനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു? മനസ്സ് വ്യതിരിക്തം മങ്ങിയിടാതെ ഒരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാക ആത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയാദി സാക്ഷിഭൂതം ബ്രഹ്മം എന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കി ലോകം അജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ട ഒരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാട് പുരുഷൻ അതിസ്ഥൂലം ഭാവന വിഷയമായുന്ന യോഗീന്ദ്രാണ്. കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാമഹത്വത്വാദ്യാവൃത സ്ഥൂലദേഹി ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷെ കാണാകുന്നു സന്മയം എന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാവിരാട് കുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാഥാതേം ഗുൽഭം രസാതലം ഉന്തലാതലം ജാനിക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലം അതലവും ജഗനം മഹിസ്ഥലം ജഗനം മഹീതലം നാവിതേ നവസ്ഥലം രഘുനാഥോരസ്ഥലമായത് സുരലോകം കണ്ടദേശം തേ മഹർലോകം എന്നറിയണം തുണ്ടമായത് ജനലോകം എന്നത് ശങ്കദേശം തപോലോകം ഇങ്ങതിന്മീതെ പങ്കജയോ നിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമാം ജഗൽ പ്രഭോ സത്താമാത്രഗാജൽ മേഘജാലങ്ങൾ കേശങ്ങളും സക്രാതി ലോകപാലന്മാരല്ല ഭുജങ്ങൾ ദിക്കുകൾ കർണങ്ങളും അശികൾ നാസികയും വക്രമായത് വന്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ രൂപങ്കമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായത് രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപങ്ക്തി എല്ലാം ദ്വിജപങ്ക്തികളല്ലോ ഹാസമായത് മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടിസ്തവാംഗ മോക്ഷണം അല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിവേശങ്ങൾ ദിനരാത്രങ്ങളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുറ്റിദേശങ്ങളല്ലോ സപ്തമാനന്മാർ നിശ്വാസഗണമല്ലോ നദികളെല്ലാം നാടികളാകുന്നതും പൃഥ്വി തരങ്ങൾ പോലെ സ്ഥികളാകുന്നതും വൃക്ഷാദ്യ ഔഷധങ്ങൾ രോമങ്ങൾ ആകുന്നതും
ത്രക്ഷണാന്തേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസ്സെന്ന് അറിയണം. പുഷ്ടമാ മഹിമത്തെ കേവല ജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപത്തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവൻ ഉണ്ടാമുക്തി. നിന്തിരുവടി ഒഴിഞ്ഞ് ഇല്ല കിഞ്ചന വസ്തു സന്തതം ഈ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ. ഇക്കാലം ഇതിൽ കാലം മുഖ്യമായിരിപ്പോന്ത് ഇക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ജാവേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനെ വിജിന്നന്തം ജാനകിം സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മനസ്സേ വസിപ്പതിനാലെയും ചിന്തിക്കും. നാരായണ ഭാനു വംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവ്വൻ പരമേശ്വരിയോടും കൂടി ചന്ദ്രവടിയെയും ധ്യാനിച്ചു കൊണ്ടുകാശ്യം സന്തതം ഇരുന്നരളിയിടുന്നു മുക്തിയർത്ഥമായി. തത്രൈവാമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥ നിത്യം താരക ബ്രഹ്മവാക്യൻ രാമ രാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവര ബ്രഹ്മം തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂടന്മാർ ബോധത്വം എങ്ങനെ അറിയുന്നു. മൂടിപ്പോകേൽ മഹാമായ മോഹാന്ത അന്ധകാരേ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രാജ സാക്ഷിണേ നമോ നമ. പാഹിമാം ജഗന്നഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസ്യേവ്യാം പാഹിമാം ദയാനിധേ. നിന്മകമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജാവിലോചന. സന്തതം നമസ്കാരം യുദ്ധമർദ്ദിച്ചു ഭക്തിയാ സ്തുതിച്ചു ഗന്ധർവനോട്. ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായി തവ സ്തുത്യാനിച്ചല ഭക്തിയാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനമേ സനാതന യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കുന്നേ മൽപ്രസാദത്താലിടും. അത്രയും അല്ല പുനർവന്നനുഗ്രഹിപ്പൻ ഞാൻ. ഈ സ്തോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്ക് മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും. ഭക്തനാ നിനക്കതപ്പതനം ഇനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടേനാൻ. മുമ്പിലാമാർഗാണം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. തൊൽപാദാംബുജഭക്തി കൊണ്ട് ഏറ്റവും പവിത്രയായിപ്പോഴും ഭവാനി ധ്യാനിച്ച് മുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തവും ചൊല്ലി മോളവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഓം ശ്രീരാമ രാമ